വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു 18 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ഉദ്യോഗം കിട്ടി. കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ തിരുവനന്തപുരത്തെ പ്രോവിഡൻറ്റ് ഫണ്ട് ഓഫീസിൽ ഉദ്യോഗം കിട്ടി. പട്ടാമ്പിന്ന് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി. ആദ്യത്തെ ദിവസം ജോയിൻ ചെയ്യാൻ വേണ്ടി ജോലി സ്ഥലത്ത് കയറുമ്പോൾ ആ ജോയിൻ ചെയ്യാൻ പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് പുതിയ മുണ്ട് വാങ്ങിയിരിക്കുന്നത്. പുതിയ മുണ്ട് വാങ്ങിയത് ഒരു ഓഫീസിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ മുണ്ടിട്ട് പോകാനുള്ള പോകാൻ, ട്രൗസർ ഇട്ട് പോകുന്നത് ശരിയല്ലല്ലോ. ആദ്യം കണ്ട ഉദ്യോഗസ്ഥൻ നിൽക്കവിടെ, എവിടേക്കാ മുണ്ടൊക്കെ മടക്കി കുത്തി? മുണ്ട് മടക്കി കുത്താതെ താത്തിയിട്ട് പോകണമെന്നുള്ള അറിവ് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരിടത്തെത്തി, ജോയിൻ ചെയ്തു. ഓരോ ഫയലും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എഴുതിക്കൊണ്ടിരിക്കുകയും അനവധി ലബ്ജക്കാർഡുകളിൽ ഇങ്ങനെ ഓരോ ഫിഗർ പോസ്റ്റ് ചെയ്യലാണ്. ഇപ്പുറത്തെ സീറ്റിലിരിക്കുന്ന ഒരു നാരായണൻ നായർ എന്നൊരു വ്യക്തി പറഞ്ഞു, ഓരോന്നിനും എഴുതിയിട്ട് ഇങ്ങനെ മലർത്തി വെക്കരുത് സാർ, എങ്ങനെയാണ് വേണ്ടത്? എഴുതി കഴിഞ്ഞിട്ട് ആ കാർഡ് കമത്തി വെക്കണം. അങ്ങനെ ആവുമ്പോൾ എന്തുണ്ട്, ഇതെല്ലാം എഴുതി കഴിഞ്ഞാൽ ഇത് ഒരുമിച്ചെങ്കിലും എടുത്തിട്ട് മടക്കി വെക്കുമ്പോൾ കൃത്യം 1-ാം നമ്പർ മുതൽ കൃത്യം കിട്ടും. എഴുതി കമത്തി വെക്കണം. വലിയൊരു ഗുണപാഠമായിരുന്നു അത്. അന്ന് മുതൽക്ക് പിന്നീട് തെറ്റ് പറ്റിയിട്ടില്ല. അങ്ങനെ ഏതൊരു കാര്യവും ബാല്യം മുതൽക്ക് ശീലമായാൽ നമ്മൾ അതിനെ ശീലമാക്കി മാറ്റിയെടുക്കണം ജീവിതത്തിൽ വിജയിക്കാൻ. ഇന്ന സമയത്ത് ഇന്ന പോലെ ഞാൻ ശീലിക്കണം. ലൈറ്റ് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നമ്മളല്ലേ ഓൺ ചെയ്ത് ആണ്, നമ്മളെന്നെ ഓഫ് ചെയ്തിട്ട് പോകണം പുറത്തേക്ക്. ഭാര്യയും ഭർത്താവിൻ്റെ സ്വഭാവം എപ്പോഴും പുള്ളി ഓൺ ചെയ്താണോ ഓഫ് ചെയ്യും. ഭാര്യ ശകാരിക്ക്, ഞാൻ പഠിക്കുന്നത് കണ്ടില്ലേ, ജയം പറയും ഞാനാണ് ഓൺ ചെയ്തത്, ഞാൻ ഓഫ് ചെയ്തു. ഭാര്യ എവിടെ ഉണ്ടോ ഇല്ലോണ്ട് ശ്രദ്ധിച്ചിട്ടില്ല. ഭാര്യയുടെ സ്വഭാവം ഓൺ ചെയ്യും, ഓഫ് ചെയ്യുന്ന ഒരു ശീലമേ ഇല്ലെങ്കിലോ. ഇതിനെ ശീലത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം ജീവിത വിജയത്തിന്. പേന എഴുതി കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും അത് ടോപ്പിൽ ആക്കി വെക്കണം. അല്ലെങ്കിൽ ആ നിബ് വേറൊന്നായിട്ട് വരച്ചാൽ പിന്നെ ആ പേന എഴുതാൻ ബുദ്ധിമുട്ട് വരും. നാം ഓൺ ചെയ്ത TV ആണെങ്കിൽ അവിടെ ആരും ഇല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് ശീലിക്കണം. ഇങ്ങനെ ഈ ശീല എന്നുള്ള വാക്ക് എങ്ങനെയാ വന്ന്? ദിവസേന വസ്ത്രം ധരിക്കണം, നഗ്നരായിട്ട് നടക്കാറില്ലല്ലോ. അപ്പൊ നമ്മൾ ശീലിച്ചു പോയി, ശീലയുടെ ഒരു ഭാഗമായി. അതുകൊണ്ട് അതിനെ ശീല എന്നുകൂടി അറിഞ്ഞു. ഇത് കുട്ടിക്കാലം മുതൽക്കേ ശീലിച്ചാലോ? പല കാര്യങ്ങളും ശീലത്തിൻ്റെ ഭാഗമാക്കി ശീലിച്ച അനുഭവം എനിക്കുണ്ട്. അത് എൻ്റെ ഒരു ശീലം. കുറേ കാലം മുമ്പേ ഒരു യുവാവിനെ കൊണ്ട് ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ്. അതും തിരുവനന്തപുരത്തേക്കാണ്. ട്രെയിനിൽ കയറി, ഞാൻ അകത്തേക്കായിട്ട് കയറി, ഡോറ് തൂങ്ങി നിൽക്കുകയാണ് ഈ യുവാവ്. ഞാൻ പറഞ്ഞു അകത്തേക്ക് കയറാൻ പറഞ്ഞു. കയറി. ഞാൻ കാര്യം ചോദിച്ചു, ഈ തിരുവനന്തപുരം വരെ ഇങ്ങനെ ഡോറ് തൂങ്ങി നിൽക്കാനാണോ പരിപാടി? അല്ല, അത്ര നേരം ഡോറ് തൂങ്ങി നിൽക്കാൻ പറ്റുമോ? ഇതിൻ്റെ അകത്തൊരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ സീറ്റിൻ്റെ അടുത്ത് നിന്നെങ്കിലും സ്വീകരിക്കണ്ടേ? പിന്നെ ആ യുവാവ് വലിയ ഉദ്യോഗസ്ഥനൊക്കെ ആയി ആവർത്തിച്ചിട്ടുണ്ടാവില്ല.
സീസൺ ടിക്കറ്റിൽ ദിവസേന പോവുകയാണെങ്കിൽ അങ്ങനെ തൂങ്ങി നിൽക്കാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും അകത്ത് കയറി രക്ഷപ്പെട്ടിട്ട് അത് ശീലമാക്കി മാറ്റണം. അങ്ങനെ ബാല്യത്തിലെ ചിലത് അങ്ങോട്ട് ശീലമാക്കും. ആ ബാല്യത്തിലെ ശീലമാക്കി കഴിഞ്ഞാൽ ആയുസ് മുഴുവൻ അവരുടെ കൂടെ ഈ ശീലം ഉണ്ടാകും. 96 വയസ്സായ ഒരു വ്യക്തി, ഒരു VIP ആണ്. ഒരു വേദിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രഭാഷകനായിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ പ്രഭാഷകന്മാർക്കൊരു ഗുണമുണ്ട്, എല്ലാവരുമായിട്ട് പരിചയപ്പെടാൻ പറ്റും. കേരളത്തിലത്തെ ഒരുവിധം VIP എന്ന് പറയുന്ന എല്ലാവരായിട്ടൊക്കെ പരിചയമുണ്ട്. സിനിമാ രംഗത്തും പരിചയം എങ്ങനെ അതിനെങ്കിലും നേരിട്ട് സ്റ്റേജിലേക്കല്ല പലപ്പോഴും കയറുക. ആദ്യം പോയിട്ട് എല്ലാവരും കൂടി വട്ടളഞ്ഞിരിക്കും, ചായ കുടിക്കും, കുറേ നേരം കുശലം പറയും. ഇനി നമുക്ക് സ്റ്റേജിൽ കയറല്ലേ എന്ന് പറയുമ്പോഴാണ് കയറുക. അപ്പോൾ കുറേ വീട്ടു വർത്താനം, നാട്ടു വർത്താനം, അരിവെഴുത്ത് മുഴുവൻ പറയും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം ചായ, കാലിച്ചായ ആണ് അന്ന്. കാലിച്ചായ കുടിച്ച് ഇനി നമുക്ക് സ്റ്റേജിലേക്ക് വരാൻ സാറിന്. അദ്ദേഹം പറഞ്ഞു, അയ്യോ എനിക്കൊരു ഗ്ലാസ് പച്ചവെള്ളം വേണം. പച്ചവെള്ളം എന്ന് പറയുമ്പോൾ അവിടെ പച്ചവെള്ളം കിട്ടാനില്ല, ചായ എവിടുന്നോ കൊടുന്ന. സംഘാടകരോട്, സാർ ഒരു ചായയും കൂടി കുടിക്കണോ? അപ്പം എനിക്കും തോന്നി ഇദ്ദേഹത്തിന് ദാഹം തീർന്നുണ്ടാവില്ല, അതുകൊണ്ടാണ് പച്ചവെള്ളം കുടിക്കുന്നത്. അല്ല, എനിക്കൊരു ഗ്ലാസ് പച്ചവെള്ളമാണ് കിട്ടേണ്ടത്. അങ്ങനെ ഇവരെവിടേക്കോ പോയിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുന്നു, ഇദ്ദേഹത്തിന് കൊടുത്തു. വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ എന്താ ഇത്തരത്തിൻ്റെ പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ നിരീക്ഷിക്കുന്നതുകൊണ്ടാണ് എനിക്കത് എഴുതാനും കഴിയുന്നത്. ധന്യമയ ജീവിതത്തിൽ പറയുന്നതൊക്കെ പുസ്തകരൂപത്തിൽ വരുന്നുണ്ട്. ഇദ്ദേഹം ഈ വെള്ളം കൊണ്ട് പുറത്ത് വരാന്തയിൽ എന്നിട്ട് വായൊന്ന് കഴുകി. എന്നിട്ട് എന്നോട് പറഞ്ഞു, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം, അന്ന് 1ാം ക്ലാസ് എന്നല്ല പറയാ, കുടിപ്പള്ളിക്കൂടെന്നാണ് പറയും. കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്ത് അന്നത്തെ അധ്യാപകൻ പറഞ്ഞു, കുട്ടികളെ, നിങ്ങളൊരു നെല്ലിക്ക തിന്നാൽ വായ കഴുകണം, ഒരു ശർക്കര തിന്നാൽ വായ കഴുകണം. അന്ന് ശർക്കരയാണ് കിട്ടുക, ലഡുവൊന്നും എല്ലാ കുട്ടികൾക്കും തിന്നാനുള്ള സ്ഥിതി ഉണ്ടാവില്ല. ചായയും മധുരമുള്ള ചായയൊക്കെ കുടിക്കണമെങ്കിൽ മഹാഭാഗ്യം ചെയ്ത കുട്ടികൾക്കേ പറ്റുമായിരുന്നുള്ളൂ. ആ അധ്യാപകൻ പറഞ്ഞങ്ങോട്ട് കാത് കയറി, അത് ശീലമായി. ഞാൻ ആദരവോടുകൂടി ചോദിച്ചു, അപ്പോൾ അത് എത്ര കൊല്ലം, 90 കൊല്ലം അധികം കൊല്ലം അതിൻ്റെ ഗുണം കിട്ടി. അതൊരു ശീലമായി, ആ ശീലത്തിൻ്റെ ഗുണം കിട്ടി. പല്ലിന് ഒരു കേടും വരില്ല. ദന്താസ്പത്രി എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല. ഒരു ചെറിയ കാര്യത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ എന്തായി? അതുകൊണ്ടാണ് ആശാൻ ബാല്യത്തിലെത്തണം എന്ന് പറഞ്ഞാൽ അർത്ഥം, സ്വഭാവം കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അപ്പം തിരുത്തണം, അപ്പം കൊടുക്കണം കയ്യിലടി. ഇനി ഇത് ആവർത്തിക്കരുത്, ഇപ്പം വീട്ടിൽ വെച്ചേ കാണിച്ചുള്ളൂ. ആ വീട്ടിൽ വെച്ച് കാണിച്ച് ഇനി പുറത്ത് കാണിക്കും. അപ്പം അതുകൊണ്ട് ഇത് ശീലമാകരുത്. അങ്ങനെ എത്രയോ മഹാത്മാക്കൾ അവരോട് അവരുടെ ജീവിതത്തിൽ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ശീലം കിട്ടിയത്? ഇന്ന് പലരും വളരെ വിനയപൂർവ്വം പറയുകയാണെന്ന് വെച്ചാൽ അനവധി ഗുരുക്കന്മാരുണ്ട്, അവരുടെ ശീലങ്ങൾ ഞാൻ പലതും അനുകരിച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ എന്താ ദുഃഖമുണ്ട്. പല അറിവും കിട്ടുന്നത് വളരെ വൈകിട്ടാണ്. ഇത് കേൾക്കുന്ന പലവരും ഫോണിൽ പറയും, റിട്ടയർ ചെയ്ത് 7 കൊല്ലം കഴിഞ്ഞു, PR നാഥൻ എന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ആലോചിച്ചത്. റിട്ടയർ ചെയ്തിട്ട് 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് അങ്ങനെയാണോ അല്ലേ എന്ന് അറിയുന്നത്. കുറച്ച് ബാല്യത്തിൽ ഈ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളിലൊക്കെ മനസ്സ് മന്ത്രിക്കും. ഈയിടെ ഒരാൾ അമേരിക്കയിൽ പോയി മടങ്ങി വന്നു.
മക്കൾ അമേരിക്കയിലായതുകൊണ്ടാണ് അവിടെ പോയത്. മടങ്ങി വന്നിട്ട് സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞു, പലരുടെ ജീവിതം കണ്ടപ്പോൾ എനിക്ക് തോന്നി ചെറുപ്പത്തിൽ കുറച്ചും കൂടി പഠിക്കാമായിരുന്നു, കുറച്ചും കൂടി പഠിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഉന്നത സ്ഥാനത്ത് എത്തുമായിരുന്നു. അന്നാരും പറഞ്ഞു തരാൻ ഉണ്ടായില്ല. കുടിപ്പള്ളിക്കൂടത്തിലെ ഒരു അധ്യാപകൻ പല്ല് ഏത് സമയത്തും വായ കഴുകണം എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് എത്ര ഗുണം കിട്ടി. ധന്യമീ ജീവിതം കേൾക്കുന്നവർ കുട്ടികളും മുതിർന്നവരും ഗൃഹസ്ഥന്മാരും അച്ഛനമ്മമാരും ചെറുപ്പക്കാരും കുട്ടികളും ഉണ്ട്. അങ്കിളേന്നും പണ്ട് കുട്ടികൾ എന്നെ ഫോണിൽ വിളിക്കാറുണ്ട്. ഇത് കേൾക്കുന്ന ഒരു കുട്ടി ഇന്ന് മുതൽക്ക് ഇങ്ങനെയാണ് ചെയ്തോളയാ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ദന്താശുപത്രിയിലേക്ക് എത്ര പ്രായം കഴിഞ്ഞാലും പോണ്ടി വരുമോ? വാക്കുകൾക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ട്. എത്രയും നേരത്തെ നമുക്കത് കിട്ടണം. ഇന്ന് ഈ ശീലത്തെക്കുറിച്ചും ശീലയെക്കുറിച്ചും ചിന്തിക്കാൻ വിട്ടുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്കാരം.